ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവധി ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ വിചാരിച്ച് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. ഇവിടെ പല്ലിശല്യം കൂടുതലായതുകൊണ്ട് സിറ്റ് ഔട്ടിലിരിക്കുന്ന ചെടികൾക്കിടയിൽ നിറയെ അങ്ങ് പല്ലിക്കാട്ടങ്ങൾ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ച്. അവധി ദിവസമായതുകൊണ്ട് തന്നെ മോനും അവനും ഒന്നും എഴുന്നേറ്റിട്ടില്ല. അവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു. അങ്ങനെ ചെടികളെല്ലാം എടുത്തുനിന്ന് പുറത്തേക്ക് വെച്ചതിന് ശേഷം ഒന്ന് നനച്ചു കൊടുത്ത് അതിന് ശേഷം സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. പല്ലിയെ തുരത്താനായി ഞാൻ പല പൊടിക്കൈകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്നിലും ഒരു ഫലവും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. സിറ്റൗട്ടിൽ ഇങ്ങനെ നിറയെ ചെടികൾ തിക്കി നിറച്ച് വെച്ചേക്കുന്നതിന് അവൻ എന്നെ എപ്പോഴും വഴക്ക് പറയും. അതിൻ്റെ ഇടയിൽ എങ്ങാണം വല്ല ഇഴജന്തുക്കൾ എങ്ങാണം കയറിയിരുന്നാലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സിറ്റൗട്ടിലിരിക്കുന്ന കുറച്ച് ചെടികളൊക്കെ എടുത്ത് ഞാൻ അകത്തേക്ക് വെച്ചു. അങ്ങനെ സിറ്റൗട്ടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് നെയ്യ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാറാത്തത് കൊണ്ട് ഇന്നലെ ബോട്ടിലേക്ക് മാറ്റിയിട്ടില്ലായിരുന്നു. അതൊക്കെ ഒന്ന് ബോട്ടിലേക്ക് മാറ്റാമെന്ന് വെച്ചു. ഞാൻ പാലിൻ്റെ പാട ഇങ്ങനെ കളക്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കും. അത് കുറച്ചാകുമ്പോൾ അതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കി ഇടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം അപ്പോഴേക്കും അവൻ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അവനും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. മോൻ അവന് കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. അവനിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ടെൻഷനിലാണ് ആൾ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളും ഫുഡ് കഴിച്ച പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി വെച്ചു. പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരി ഉഴുന്നുമൊക്കെ ഒന്ന് വെള്ളത്തിലേക്കിട്ടു. ഞാൻ 1 കപ്പ് ഉഴുന്നിന് 2 കപ്പ് റൈസ് എന്നുള്ള റേഷ്യോയിലാണ് എടുക്കുന്നത്. അപ്പോഴേക്കും അവൻ പോയി മീനൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. മീൻ മാർക്കറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ വരുമ്പോഴാണ് അവനെ വായിക്ക് രുചിയായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത്. അവിടെയാണെങ്കിൽ ഈ പുറത്തു നിന്നുള്ള ഫുഡൊക്കെ അല്ലേ. അവനാണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതേ ഇഷ്ടമല്ല. പിന്നെ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കഴിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ പുതിയ ഓഫീസിലേക്ക് മാറിയതിന് ശേഷം സാറ്റർഡേ വർക്കിംഗ് ആയതുകൊണ്ട് അവൻ എല്ലാ വീക്കെൻഡിലും ഇപ്പോൾ വരാറില്ല. 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴേ വരാറുള്ളൂ. അങ്ങനെ മീനൊക്കെ വാങ്ങി വന്നപ്പോൾ അവൻ കുറച്ച് പച്ചക്കറികൾ കൂടി വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേർതിരിച്ച് അതാത് ബോക്സുകളിലാക്കി ഞാനങ്ങ് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അതിന് ശേഷമാണ് മീനിൻ്റെ കാര്യങ്ങൾ നോക്കിയത്. നമുക്കിന്ന് ആവോലിയും തേടുമാണ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ഇതിനെ തേടെന്നാണ് പറയുന്നത്. ഇത് നല്ല അഴുക്കുള്ള മീനാണ്. ഇതിൻ്റെ അഴുക്ക് പോകാനായിട്ട് അതിനെ കുറച്ച് നേരം പുളിവെള്ളത്തിൽ ഇട്ട് വയ്ക്കും. ഒരു നാരങ്ങ വലിപ്പത്തിൽ പിഴുപുളിയില്ലേ
അതെടുക്കുക. അത് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ചതിന് ശേഷം മീനെ അതിനകത്തേക്ക് ഒരു അരമുക്കാൽ മണിക്കൂറൊന്ന് മുക്കി വയ്ക്കുക. അപ്പോഴത്തേക്ക് അതിൻ്റെ അഴുക്ക് കുറച്ചളകും. പിന്നെ നമ്മളൊന്ന് ചിരണ്ടി വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കിന് അതങ്ങ് പൊയ്ക്കോളും. അങ്ങനെ മീനൊക്കെ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ആവോലിയൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് അങ്ങനെ മീനൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം വറുക്കാനുള്ളതൊന്ന് മസാല പുരട്ടി മാറ്റി വെച്ചു. അങ്ങനെ മീനൊക്കെ ഒന്ന് മസാല പിടിക്കുന്ന നേരം കൊണ്ട് ഞാൻ പുളിവെള്ളത്തിലിട്ടിരുന്ന മീനില്ലേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത്. ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലാണെങ്കിൽ ഇറച്ചിയൊക്കെ കൂടുതൽ എല്ലാവർക്കും മീനോടാണ് പ്രിയം. ഈ മീനാണെങ്കിൽ ഉള്ളിൽ മുട്ടയുള്ളതാണ്. അവൻ എന്നോട് ചോദിക്കുമായിരുന്നു അതിനകത്ത് മുട്ടയുണ്ടോ എന്ന്. മീനൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അത് പെട്ടെന്ന് തന്നെ അങ്ങ് കറിയാക്കി. ഈ മീൻകറിയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ മീനൂടി ഒന്ന് വറുത്തെടുത്തു. മീൻകറിക്ക് നല്ല കോമ്പിനേഷനാണല്ലോ കപ്പ. അങ്ങനെ കപ്പ കൂടി ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ച്. ഇന്ന് രാവിലെ ഞാൻ കുടുംബ വീട്ടിൽ മോട്ടർ ഇടാൻ ചെന്നപ്പോൾ നാത്തൂൻ തന്നതാണ് ഈ കപ്പ. അവരുടെ വീട്ടിൽ നിന്നെങ്ങാണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ മീനുണ്ടല്ലോ കപ്പ കൂടി ഒന്ന് വേവിക്കാമെന്ന് വെച്ചു. അങ്ങനെ കപ്പ വേവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് പച്ചമോരുകൂടി ഒന്ന് ഉണ്ടാക്കിയെടുത്ത്. ഇവിടെ എല്ലാവർക്കും മുളവിട്ട കറിയുടെ കൂട്ടത്തിൽ പച്ചമോര് നല്ല ഇഷ്ടമാണ്. അപ്പോഴേക്കും കപ്പയും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലുണ്ടായ കപ്പ ആയതുകൊണ്ട് തന്നെ ഒന്ന് ആവി കയറിയപ്പോഴത്തേക്കിന് നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കപ്പയാണെങ്കിൽ ചിലപ്പോൾ വേവും ചിലപ്പം വേവത്തില്ല. അങ്ങനെ കപ്പയൊക്കെ ഒന്ന് കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത്. കപ്പയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ചോറേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ചോറും കപ്പ വേവിച്ചതും മീൻ കറിയും മീൻ വറുത്തതും മോരുമൊക്കെ കൂട്ടി കുശാലായിട്ട് ഊണൊക്കെ കഴിച്ച്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. പിന്നെ വൈകിട്ട് ഒരു 4-4:30 മണിയായപ്പോഴത്തേക്കിനും അവന് എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച്. എനിക്ക് മാത്രം മതി ചായ, മോനും അവനൊന്നും ചായ കുടിക്കത്തില്ല. ഞാൻ വൈകുന്നേരങ്ങളിൽ മിക്കവാറും ഇവിടെ സിറ്റ് ഔട്ടിലിരുന്നാണ് ചായ കുടിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ പിന്നെ എനിക്ക് കൂടുതലും പുറത്തെ പണികളാണ്. അടിച്ചു വാരലും ചെടിയുടെ കാര്യങ്ങളും ഒക്കെ നോക്കലാണ് വൈകുന്നേരത്തെ എൻ്റെ ജോലി.
അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ കൊണ്ട് ഒരു ചെടി ഇളക്കി താഴെ വയ്ക്കാനുണ്ടായിരുന്നു. അത് ചെടിച്ചട്ടിയിൽ നിന്നിട്ട് അതിന് വലുതായിട്ട് ഗ്രോത്ത് ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി താഴെ വയ്ക്കാമെന്ന് വെച്ചു. അങ്ങനെ അവൻ അതൊക്കെ ഒന്ന് ഇളക്കി വെക്കുന്ന സമയം കൊണ്ട് ഞാൻ പുല്ലൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി. ഓണത്തിന് മുമ്പ് എല്ലാം നല്ലതായിട്ട് വൃത്തിയാക്കിയത്. ഒരു മഴ പെയ്തപ്പോഴത്തേക്കിന് പിന്നെയും നിറയെ പുല്ലുകളാണ്. അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കാമെന്ന് വെച്ചു. ചെടിച്ചട്ടി പൊട്ടിക്കേണ്ടെന്ന് കരുതി അത് ഞാൻ ഇളക്കാഞ്ഞത്. അങ്ങനെ അവസാനം അവനും ചെടിച്ചട്ടി പൊട്ടിച്ചു അത് ഇളക്കിയെടുത്തത്. അങ്ങനെ ചെടി നടിയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെത്തി വാരിയ കുറച്ച് പോച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. കുറച്ച് ഭാഗമേ വൃത്തിയാക്കാൻ പറ്റിയുള്ളൂ. അപ്പോഴത്തേക്കിന് നല്ല മഴക്കാറുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മഴ പെയ്യുമെന്ന്. പക്ഷേ മഴയൊന്നും പെയ്തില്ല. മഴക്കോള് കൊണ്ടിട്ട് പിന്നെ അങ്ങ് മാറി. അതിനുശേഷം ലോണ് നിറയെ കരിയിലയായിരുന്നു. അപ്പുറത്തെ പറമ്പിലെ മാവിലെ കരിയില മൊത്തവും ഈ പറമ്പിലോട്ടാണ് വീഴുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന സമയം കൊണ്ട് അവന് കുറച്ച് വാഴക്കന്നൊക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വാരിക്കളഞ്ഞു. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.